മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റതിന് പിന്നിൽ അപവാദ വാർത്താ പ്രചരണമെന്ന് സൂചന. ഭാര്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെതിരെ അപവാദ വാർത്ത പ്രചരിപ്പിച്ചതാണ് പ്രകോപന കാരണം. മർദ്ദനത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊട്ടേഷൻ എന്ന മറുനാടൻ മലയാളിയുടെ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് മർദ്ദിച്ചു എന്ന് പോലീസ് കരുതുന്ന തൊടുപുഴ സ്വദേശി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്നതിൽ കുറവുണ്ട്, ക്ഷമിക്കുക. ഈ നാട്ടിൽ ഇനിയും കാലുകുത്തുന്ന സമയം ഉചിതമായ തീരുമാനമെടുക്കാമെന്നാണ് ഒരു കുറിപ്പ്. ആനപ്പക എന്ന് കേട്ടിട്ടുണ്ടോ എന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. അക്രമത്തിൽ പോലീസ് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തി. ഇന്നലെ രാത്രി തൊടുപുഴ മങ്ങാട്ട് കവലയിൽ വെച്ചാണ് ഷാജൻ സ്കറിയ ആക്രമിക്കപ്പെട്ടത്. PS സാഗർ ചേരുന്നു. സാഗർ, ഈ ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഇത് പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് മുന്നോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഈ വധശ്രമം ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് മേൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എത്രമാത്രമാണ്? അതിനപ്പുറം ഈ ആക്രമിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ഈ ഷാജൻ സ്കറിയ പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും വാർത്തയുമായി ബന്ധപ്പെട്ട തർക്കമാണോ? ഇത് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും സജിത്ത് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇതിന്റെ യഥാർത്ഥ കാരണം, ഈ ഷാജൻ സ്കറിയ ഇന്നലെ ആക്രമിക്കപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണമെന്ന് പറയപ്പെടുന്നത്, ഈ ആക്രമിക്കപ്പെട്ട ആളുകളുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഭാര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ അപവാദ പ്രചരണം ഷാജൻ സ്കറിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തി എന്നൊരു കാരണമാണ് ഈ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുവാനായി കാരണമായി പറയുന്നത്. എന്നാൽ ഇന്നലെ മുതൽ ഈ ഇത്തരത്തിലൊരു സംഭവം നടന്ന ആ സമയം മുതൽ ഇതൊരു പാർട്ടിയുടെ മേൽ വെക്കുന്ന രീതിയിൽ ആണ് പ്രചരണം നടക്കുന്നത്. ആ പാർട്ടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിലൊരു കാര്യമില്ല, പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ ആക്രമിക്കപ്പെട്ട സംഘത്തിലുള്ള പ്രധാനപ്പെട്ട ഒരാൾ, അയാളുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട അയാൾക്കെതിരെ ഷാജൻ സ്കറിയ അപവാദ പ്രചരണം തന്റെ യൂട്യൂബ് ചാനലിൽ നടത്തി. അത്തരത്തിലൊരു വൈരാഗ്യം മാത്രമാണ് ഇന്നലെ വൈകിട്ട് നടന്ന ഒരു ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. ഇന്നലെ വൈകിട്ടോടെ തൊടുപുഴയിൽ നടന്ന ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഷാജൻ സ്കറിയ എത്തിയത്. തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. ഈ വാഹനത്തിലെത്തിയ 5ഓളം പേർ വരുന്ന ആളുകൾ ഷാജൻ സ്കറിയയെ മർദ്ദിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ അടുത്ത് തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടുന്ന് രാത്രിയോടെ തൊടുപുഴയിലുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷാജൻ സ്കറിയയെ മാറ്റുകയും ചെയ്തു. ഇന്ന് ഈ ആശുപത്രിയിൽ നിന്ന് ഷാജൻ സ്കറിയ ഡിസ്ചാർജ് ആകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി തന്നെ തൊടുപുഴ DYSP അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലെത്തി ഷാജൻ സ്കറിയയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് വധശ്രമത്തിന് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടങ്ങിയെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഷാജൻ സ്കറിയയെ ആക്രമിച്ച ഈ 5 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സജി, ഈ ആക്രമിച്ച സമയത്ത് അവിടെ ഡിവൈഎഫ്ഐയുടെ സമ്മേളനം നടക്കുകയായിരുന്നു എന്നും അതിനുശേഷം ആ നാട്ടുകാരും ഇദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയില്ല, അങ്ങനെയൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ കേട്ടിരുന്നു. അതിൻ്റെ വസ്തുത എത്രമാത്രമാണ് സാഗർ? ഈ പ്രദേശത്ത് ഈ സംഭവത്തിന് ശേഷം അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? തീർച്ചയായും തൊടുപുഴയ്ക്കടുത്ത് മങ്ങാട്ടുകവല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് ഈ മങ്ങാട്ടുകവല ജംഗ്ഷന് സമീപത്ത് തന്നെ അടുത്ത് തന്നെയുള്ള ബസ് സ്റ്റാൻഡിൽ, സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഇന്നലെ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. CA നസീർ അനുസ്മരണ ദിനമാണ് ഇന്നലെ CPM-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. ഇവിടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടിപ്പുറ ആക്രമണം ഉണ്ടായത്. എന്നാൽ അത് ഈ പാർട്ടിയുമായോ DYFI-യുമായോ CPM-ഉമായോ ഒരു ബന്ധമില്ലെന്ന് CPM നേതാക്കൾ തന്നെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തിന് സമീപത്ത് വെച്ച് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നു എന്നതേ ഉള്ളൂ. ഇതിന് പാർട്ടിയുമായോ മറ്റ് ഘടകങ്ങളുമായോ ഒരു ബന്ധമില്ല എന്ന് ഇന്നലെ തന്നെ CPM നേതാക്കൾ അറിയിച്ചിരുന്നു. അതേസമയം ഇത്തരത്തിലൊരു പരിപാടി, CA നസീർ അനുസ്മരണം നടക്കുന്ന
പരിപാടിയുടെ സമീപത്ത് വെച്ച് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതിനാൽ തന്നെ അത് CPM ആണ് ചെയ്തത് എന്ന രീതിയിലാണ് വ്യാപകമായ ഒരു പ്രചരണം നടക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു കാര്യമില്ല, അത് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് ജില്ലയിലെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ തന്നെ അറിയിച്ചത്. എന്തായാലും സാജൻ സ്കറിയയ്ക്ക് ആക്രമണം ഏറ്റു, ഇതിൽ മർദ്ദനം ഏറ്റു എന്നത് ശരിയായ കാര്യം തന്നെയാണ് എങ്കിലും അതിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. ഈ കല്യാണത്തിൽ പങ്കെടുത്ത് മടങ്ങിയ സാജൻ സ്കറിയയെ പിന്തുടർന്നെത്തിയ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു സംഘം എത്തി ആക്രമിക്കുകയായിരുന്നു. അതിൽ വ്യക്തിപരമായ വാർത്ത കൊടുത്തതിൽ ഈ സാജൻ സ്കറിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയും തന്റെ കുടുംബത്തെയും അപമാനിക്കുന്ന രീതിയിലുള്ള വാർത്ത നൽകിയതിലുള്ള ഒരു വൈരാഗ്യം മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇന്നലെ രാത്രി ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ വ്യാപകമായ രീതിയിൽ ഇത്തരം പ്രചാരണം നടക്കുന്നത് അത് തെറ്റാണെന്ന് തന്നെയാണ് CPM-ന്റെ ഉന്നത നേതാക്കൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ഒരു പരിപാടി നടന്നു എന്നത് ശരിയാണ്, അതിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. എന്നാൽ അതിന് പാർട്ടിയുമായി യാതൊരു ബന്ധങ്ങളും ഇല്ല എന്ന് തന്നെ പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാജൻ സ്കറിയയ്ക്ക് ആക്രമണം നടക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ അവിടെ എത്തിയിരുന്നു. എന്നാൽ ഇത് സാജൻ സ്കറിയാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിന് ഇരയായത് എന്നതിനാൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് എത്തിയവരിൽ ചിലർ സ്വീകരിച്ചത്. പിന്നീട് തൊടുപുഴയിൽ നിന്ന് പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സജിത്ത്, ഷാജൻ സ്കറിയ, അതാണ് ഷാജൻ സ്കറിയ ആക്രമിച്ചതിൽ അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു വ്യക്തി മാത്യൂസ് കൊല്ലപ്പള്ളി ഇയാൾ രംഗത്ത് വരുന്നു. തന്നതിൽ കുറവുണ്ട്, ക്ഷമിക്കുക, ഈ നാട്ടിലെത്തിയാൽ ഇനിയും കൈവെക്കും, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു DYFI അടക്കമുള്ള സംഘടനകളാണ് ഇതിന് പിന്നിൽ എന്ന തരത്തിൽ വലിയ ആക്ഷേപവും പ്രചരണവും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടിയാണ് ഈ നീക്കം. പക്ഷേ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് വധശ്രമത്തിൽ തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഷാജൻ സ്കറിയയ്ക്ക് ഇന്നലെ മൂക്കിന് പരിക്കേറ്റ് രക്തസ്രാവം ഉണ്ടാവുകയും പിന്നീട് പോലീസ് എത്തി, തൊടുപുഴയിൽ നിന്നെത്തിയ പോലീസാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റതിന് പിന്നിൽ രാഷ്ട്രീയമല്ല അതിന് പിന്നിൽ ഉള്ളത് എന്നതാണ് പ്രാദേശികമായി അവിടുത്തെ CPM നേതൃത്വം നിലപാടെടുക്കുന്നത്. ഇത് അതിൽ പ്രതികാരം തീർത്തതാണ്, അതാണ് ഈ അക്രമത്തിന് പിന്നിലുണ്ടായത് എന്നതാണ് ഉണ്ടായ സാഹചര്യം. PS സാഗർ തുടരുന്നുണ്ട്. സാഗർ, ഒരു കാര്യം കൂടി, ഈ ഷാജൻ സ്കറിയ സഞ്ചരിച്ച വാഹനത്തെ പിന്തുടർന്നെത്തിയ വാഹനത്തെ ഇടിച്ചു, അതിനുശേഷം ആ തർക്കം പുറത്തിറക്കി താങ്കളെ കൊന്നേ വിടുകയുള്ളൂ എന്ന തരത്തിൽ ഈ അക്രമികൾ ആക്ഷേപം നടത്തി എന്നതൊക്കെയാണ് പുറത്തു വരുന്ന ചില വിവരങ്ങൾ. പോലീസ് FIR-ലും ചില സൂചനകളുണ്ട്, അത് അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നതുമുണ്ട്. പോലീസ് FIR നമുക്ക് തൽക്കാലം അധികരിക്കാം, അത് അടിസ്ഥാന രേഖയാക്കാം. എന്തായാലും വധശ്രമത്തിലാണ് പോലീസിൻ്റെ നടപടി. ഇവർക്ക് എതിരെ ഈ ആക്രമിച്ചവർ ഒളിവിൽ പോയി എന്നതാണോ പോലീസിൻ്റെ വാദം? ഇവർക്കെതിരെ ഇവരെവിടെ എന്നതിൽ അന്വേഷണം നടക്കുകയാണ്.